ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ഹിയറിംഗ് നടപടികൾക്ക് തുടക്കമായി. നിയമസഭാ മണ്ഡലങ്ങളിലെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഹിയറിംഗ് നടപടികൾ പുരോഗമിക്കുന്നത്. ഹിയറിംഗ് നടപടിക്ക് ശേഷം പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്ക് പരാതികൾ നൽകാൻ അപ്പീൽ സംവിധാനം ഉണ്ടാകും. കരട് വോട്ടർ പട്ടികയിലെ 2.54 കോടി വോട്ടർമാരിൽ 2002 SIRുമായി ബന്ധിപ്പിക്കാനാകാത്ത 19.32 ലക്ഷം പേരെയാണ് ഹിയറിംഗിന് വിധേയമാക്കുക. പ്രായമായവർക്കും പ്രവാസികൾക്കും നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവുണ്ടെങ്കിലും രേഖകളുമായി അടുത്ത ബന്ധുക്കൾ ഹിയറിംഗിന് പങ്കെടുക്കണം. ഹിയറിംഗ് പൂർത്തിയാക്കിയ ബൂത്തുകളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നടപടികൾ വേണോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം അതത് EROമാർക്കാണ്. മതിയായ രേഖകൾ ഹാജരാക്കിയാൽ EROയ്ക്ക് നേരിട്ടുള്ള പരിശോധനയില്ലാതെ തന്നെ നടപടി പൂർത്തിയാക്കാം. ഹിയറിംഗിന് ശേഷം പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നവർക്ക് അപ്പീൽ നൽകാൻ കഴിയും. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് പുറത്തുവന്ന് 15 ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാം. ഇതിന്മേലുള്ള തീരുമാനത്തിൽ പരാതിയുണ്ടെങ്കിൽ 30 ദിവസത്തിനകം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് 2ാം അപ്പീലും നൽകാം. അപ്പീൽ അപേക്ഷകൾ രജിസ്ട്രേഡ് തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെയിൽവേ പാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് തിരുവനന്തപുരം ഡിവിഷനിൽ ഈ മാസം ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാനമായും ആലപ്പുഴ പാതയിലൂടെ സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസ് നിശ്ചിത ദിവസങ്ങളിൽ കോട്ടയം വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് ആണ് കോട്ടയം വഴി തിരിച്ചുവിടുന്നത്. ജനുവരി 8, 10, 15, 17, 24 തീയതികളിലാണ് മാറ്റം. കായംകുളം പിന്നിട്ടാൽ കോട്ടയം എറണാകുളം ടൗൺ സ്റ്റേഷനിൽ മാത്രമായിരിക്കും നിലവിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത്. വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി 9:25 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 9:15 മംഗലാപുരം ജംഗ്ഷനിലെത്തും. അറ്റകുറ്റപ്പണികൾ കാരണം മറ്റു ചില ട്രെയിനുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ജനുവരി 5, 10, 20, 29 തീയതികളിൽ തൃപ്പൂണിത്തുറയിൽ സർവീസ് അവസാനിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ട്രെയിൻ തൃപ്പൂണിത്തുറയ്ക്കും കോട്ടയത്തിനുമിടയിൽ ഭാഗികമായി റദ്ദാക്കിയതായും റെയിൽവേ അധികൃതർ അറിയിച്ചു. മറ്റു ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ റെയിൽവേയുടെ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപക നിയമനം നടത്തുന്നതിനായി PSC അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫുൾ ടൈം തസ്തികകളിലേക്കുള്ള നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായി വേണം അപേക്ഷിക്കേണ്ടത്. സൈക്കോളജി, ജേർണലിസം, ഹോം സയൻസ് വിഷയങ്ങളിലാണ് ഒഴിവുകളുള്ളത്. 2026 ഫെബ്രുവരി 4 വരെ അപേക്ഷ സമർപ്പിക്കാം.